എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് പേപ്പറിലെ വാർത്തയാണ്. ആദ്യമായി പ്രധാന വാർത്തകളെല്ലാം നോക്കാം. ED പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് കിഫ്ബി സ്റ്റേഡ് ഫോർ 3 months. പിന്നെ അടുത്ത വാർത്ത ഹെറാൾഡ് റിലീഫ് ഫോർ ഗാന്ധിസ് ആസ് ED കംപ്ലൈൻറ്റ് ഡിസ്മിസ്ഡ്. 13 dead as 19 vehicles crash on Yamuna E-way catch fire. താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ന്യൂസ് നോക്കാം. ചെറിയ ന്യൂസ് ഇതിലൊരു ചെറിയ ന്യൂസ് ഉണ്ട്. ഇതിലത്ര ടഫായിട്ടുള്ള വേർഡുകളൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. BJP men attack CPM candidate booked. BJP men എന്ന് പറഞ്ഞാൽ BJPയുടെ ആൾക്കാർ, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക, CPM ലീഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി, ബുക്ക്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസെടുക്കുക. അപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥിയെ ആക്രമിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നാണ് ഇതിനർത്ഥം. അടുത്തതായിട്ട് വാർത്തയിലേക്ക് പോവാം. കോട്ടയത്തു നിന്നുള്ള ന്യൂസാണ്. പോലീസ് ബുക്ക്ഡ് 6 BJP വർക്കേഴ്സ് ഫോർ അറ്റാക്കിംഗ് ആൻഡ് ഇൻജുറിങ് എ CPM കാൻഡിഡേറ്റ് ഹൂ ലോസ്റ്റ് ഇൻ ദ എലക്ഷൻസ് ഇൻ ആലപ്പുഴ. അപ്പോൾ ഇതിൽ വരുന്ന വൊക്കാബുലറി ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസെടുക്കുക. 6 BJP വർക്കേഴ്സ് എന്നാൽ BJP പ്രവർത്തകർ, ഫോർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമിക്കുക, ഇൻജുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിക്കുക, പരിക്കേൽപ്പിക്കുക, CPM കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി, ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു ദ ഇലക്ഷൻ. അപ്പോൾ ഇതിലുള്ള വൊക്കാബുലറി ഇത്രയേ ഉള്ളൂ വാക്കുകൾ. അപ്പോൾ ഇതിൽ പോലീസ് ബുക്ക്ഡ് 6 BJP വർക്കേഴ്സ്, പോലീസ് 6 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഫോർ അറ്റാക്കിംഗ് ആൻഡ് ഇൻജറി, ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതിന്. CPM കാൻഡിഡേറ്റ്, ഒരു CPM സ്ഥാനാർത്ഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് 6 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഹൂ ലോസ്റ്റ് ദ ഇലക്ഷൻസ് ഇൻ ആലപ്പുഴ ജില്ലയിൽ തോറ്റ കാൻഡിഡേറ്റാണ് അയാൾ. അപ്പോൾ ഇതിൻ്റെ വാർത്ത നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആശയം ഇങ്ങനെ ഉണ്ടാവുക: ആലപ്പുഴയിൽ നിന്നും തോറ്റ CPM സ്ഥാനാർത്ഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് 6 BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് മൊത്തത്തിൽ നമ്മൾ ആശയം മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഇറ്റ് വാസ് CPM കാൻഡിഡേറ്റ് KR Ramjit who contested from the Avalinad division in Alappuzha district panchayat who was beaten up by the BJP workers. ഇതിലെ മെയിനായിട്ടുള്ള വേർഡുകൾ നോക്കാം. ഇറ്റ് വാസ് കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി, കോണ്ടസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരിച്ച, ഡിവിഷൻ വാർഡ് എന്നർത്ഥം. ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വാസ് ബീറ്റൻ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമിക്കുക, അടിക്കുക. ബീറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക, ബീറ്റൻ അപ്പ് എന്ന് ആക്രമിക്കപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ അർത്ഥം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ അങ്ങനെ ഉണ്ടാവുക: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ വലിയനാട് ഡിവിഷനിൽ നിന്നും മത്സരിച്ച CPMൻ്റെ സ്ഥാനാർത്ഥി KR രാംജിത്ത് ആണ് BJP പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായത് എന്നാണ് മൊത്തത്തിലുള്ള ആശയം ഉണ്ടാവുക. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. രാംജിത്ത് സഫേർഡ് ഹെഡ് ഇഞ്ചുറീസ് ആൻഡ് ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. രാംജിത്ത് ഹെയിൽസ് ഫ്രം കൈനാടി വാർഡ് ഇൻ നീലംപേരൂർ പഞ്ചായത്ത്. ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കാം. സഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കുക, അനുഭവിക്കുക. ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ പരിക്കുകൾ. അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയിൽസിന് ആലിപ്പഴം, ഹെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിപ്പഴം എന്നർത്ഥമുണ്ട്.
അഭിവാദ്യം ചെയ്യുക എന്നർത്ഥമുണ്ട്, ഉറക്കെ വിളിച്ചു പറയുക എന്നർത്ഥമുണ്ട്. ഹെയിൽ ദ കിങ്, അതായത് രാജാവിനെ അഭിവാദ്യം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. പക്ഷേ ഇവിടെ സാന്ദർഭികമായിട്ടുള്ള അർത്ഥം വേറെയാണ്. സാന്ദർഭികമായിട്ടുള്ള അർത്ഥം ഹെയിൽസ് എന്ന് പറഞ്ഞാൽ വരുന്ന, അതായത് രാംജിത്ത് ഹെയിൽസ് ഫ്രം കൈനാടി പറഞ്ഞാൽ കൈനാടിയിൽ നിന്നുള്ള, അവിടെ നിന്ന് വരുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. തലയ്ക്ക് പരിക്കേറ്റ രാംജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട്. രാംജിത്ത് നീലംപേരൂർ പഞ്ചായത്തിലെ കൈനാടി വാർഡിൽ നിന്നുള്ള ആളാണ്. കൈനാടി വാർഡിലുള്ള ആളാണ് എന്ന അർത്ഥം. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. BJP won നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് and the attack happened during a victory procession taken out by the BJP members in കൈനാടി. ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അറ്റാക്ക് ആക്രമിക്കുക, ഹാപ്പൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, ഉണ്ടാകുക എന്നുള്ള അർത്ഥമാണ്. ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, വിക്ടറി എന്ന് പറഞ്ഞാൽ വിജയം, പ്രോസഷൻ ഘോഷയാത്ര, ടേക്കൻ ഔട്ട് ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥമുണ്ട്. എടുത്തു കൊണ്ടുപോവുക, ലോൺ എടുക്കുക, അകമ്പടി സേവിക്കുക, കൊല്ലുക എന്നൊക്കെ കുറച്ച് അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സാന്ദർഭികമായിട്ടുള്ള അർത്ഥം വേറെയാണ്. പ്രൊഫഷൻ ടേക്കൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘോഷയാത്ര പുറപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം മൊത്തത്തിലുള്ള അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ, നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ BJP ആണ് ജയിച്ചത്. കൈനാടിയിലെ BJP പ്രവർത്തകർ നടത്തിയ വിജയാഘോഷ യാത്രക്കിടയിലാണ് ആക്രമണം നടന്നത് എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആശയം ഉണ്ടാവുക. ഇനി അവസാനത്തെ പാരഗ്രാഫിലേക്ക് പോവാം. Meanwhile, BJP has alleged that it was the CPM members who triggered the clash. The accused have been charged with attempt to murder. ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കാം. മീൻവൈൽ, അതേസമയം. അലേജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപിച്ചു. അടുത്ത വാക്ക് ട്രിഗേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രിഗർ എന്ന് പറഞ്ഞാൽ കാഞ്ചു വലിക്കുക, തോക്കിൻ്റെ കാഞ്ചു വലിക്കുക, തുടങ്ങുക, പ്രവർത്തിച്ച് തുടങ്ങുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കമിടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അടുത്ത വാക്ക് അക്യൂസ്ഡ് ദ അക്യൂസ്ഡ്, കുറ്റവാളി. ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം ചുമത്തുക. അറ്റംപ്റ്റ് പറഞ്ഞാൽ ശ്രമം, മർഡർ എന്ന് പറഞ്ഞാൽ കൊലപാതകം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് നോക്കുകയാണെങ്കിൽ, അതേസമയം BJP ഹാസ് അലേജ്ഡ്, BJP ആരോപിച്ചു, ദാറ്റ് ഇറ്റ് വാസ് ദ CPM മെമ്പേഴ്സ്, CPMൻ്റെ പ്രവർത്തകരാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ CPMൻ്റെ പ്രവർത്തകരാണ് ട്രിഗേർഡ്, തുടക്കമിട്ടത് ദ ക്ലാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമണത്തിന്, സംഘടനത്തിന് തുടക്കമിട്ടത് CPMൻ്റെ പ്രവർത്തകരാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. ദ അക്യൂസ്ഡ് ഹാവ് ബീൻ ചാർജ്ഡ് വിത്ത് അറ്റംപ്റ്റ് ടു മർഡർ. ദ അക്യൂസ്ഡ് കുറ്റവാളി, ചാർജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം ചുമത്തുക, അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രമം, മർഡർ എന്ന് പറഞ്ഞാൽ കൊലപാതകം. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എങ്ങനെ വരിക? അക്രമികൾക്കെതിരെ കൊലപാതക ശ്രമത്തിനുള്ള കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. ഇനി നാളെ പുതിയ വാർത്തയുമായി കാണാം. എല്ലാവർക്കും ബൈ.